ഇതൊക്കെ പറക്കും. കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ തണുപ്പായിരുന്നു, ഇപ്രാവശ്യം തുണി മുഴുവൻ പറക്കുന്ന അവസ്ഥയാണ്. നല്ല കാറ്റാണ് നല്ല കാറ്റാണ്. ഇത് നമ്മള് വീണ്ടും ജോർജിയ എത്തിയിട്ടുള്ളത് അല്ലേ? നമ്മൾ ജോർജിയയിലെ ടിബിലിസിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം മുന്നേ വന്ന സ്ഥലമായിരുന്നു, പക്ഷെ ഈ പുതിയ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ ടിബിലിസിൽ യൂറോപ്യൻ സ്ക്വയർ ആണിത്. നമ്മൾ മുന്നേ വന്നതാണ് കേട്ടോ. മുന്നേ വന്ന വീഡിയോസ് നമ്മളെ ചാനലുണ്ട്, പ്ലേലിസ്റ്റ് ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെ, ആ പ്ലേലിസ്റ്റ് നമ്മള് ലൈക്ക് ബട്ടൺ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ പോയി കാണാം. ലാസ്റ്റ് നമ്മുടെ ജോർജിയ വിസിറ്റ് വിന്റർ ടൈമിലായിരുന്നു, ഡിസംബറിലായിരുന്നു. അത് നമ്മള് ജോർജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് വന്നത്. ഹൈ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ ഡേവിഡിന്റെ കെയർ ഓഫിലാണ് നമ്മൾ ജോർജിയ വിസിറ്റ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ വന്നത് ഹൈ ട്രാവൽസ് ത്രൂ തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ ജോർജിയയിലോട്ട് എത്തിയത് കഴിഞ്ഞ പ്രാവശ്യം സെയിം റൂട്ടായിരുന്നു. ഇപ്രാവശ്യം ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കൂടെ മുരാരിക്ക് ലാസ്റ്റ് നിമിഷത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അവന്റെ ട്രിപ്പ്. അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ. ഇത്രയും നേരം കൊണ്ട് അവനെ കാണാത്തതുകൊണ്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവൻ വരാണ്ടിരുന്നത്. ഇല്ലെങ്കിൽ അവൻ റെഡി ആയിരുന്നു വരാൻ വേണ്ടി ഇങ്ങോട്ട്. ജോർജിയ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. അബുദാബിയിൽ ആദർശേട്ടന്റെ അടുത്ത് എത്തി. ആദർശേട്ടൻ നമ്മളെ ആദർശേട്ടനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. നമ്മൾ രണ്ടാമതും ബുദ്ധിമുട്ടിച്ചു. ഇനിയും ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചു എന്ന് വരും. ആദർശേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അബുദാബി എയർപോർട്ടിലൂടെ ആദർശേട്ടൻ നമ്മളെ കൊണ്ടാക്കി. അവിടെ നമ്മൾ ഉള്ളിട്ട് കയറി ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. വലിയ തിരക്കിലായിരുന്നു. വലിയ തിരക്കില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ അൽദാബി ലോഞ്ച്, അബുദാബി എയർപോർട്ടിലെ ടെർമിനൽ 1 അൽദാബി ലോഞ്ച് കയറി. അവിടെ പോയി നമ്മൾ കുറച്ച് നേരം വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്. ഭക്ഷണം കുറച്ച് കുറവായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലായിരുന്നു. നമുക്ക് 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്, 2:30 ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ പതുക്കെ നമ്മളെ ബോർഡിംഗ് ഗേറ്റിലേക്ക്, ഇപ്രാവശ്യം 21ാമത്തെ ബോർഡിംഗ് ഗേറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 17 ആയിരുന്നു, പക്ഷെ ഇപ്രാവശ്യം 21 ആയിരുന്നു. അപ്പൊ നമ്മൾ പതുക്കെ നേരെ ലഗേജ് ഒക്കെ എടുത്ത് നേരെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോയി ബോർഡ് ചെയ്തു. പിന്നെ ഈ ബോർഡ് ചെയ്ത് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴുണ്ട് ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. സംഭവം വിസെയർ അല്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഗ്രൗണ്ട് ക്രൂവിനോട് ചോദിച്ചത് വിസെയർ അല്ലല്ലോ, ഇത് കൊട്ടേസിലേക്കുള്ള ഫ്ലൈറ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. വിസെയർക്കാരൻ ഇത് ലീസിന് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു. ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് ഫീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മള് സീറ്റ് സെലക്ട് ചെയ്യാതെ റാൻഡംലി നമുക്ക് കിട്ടിയതായിരുന്നു സീറ്റ് അല്ലേ. പക്ഷെ നമുക്ക് അടുത്തടുത്ത സീറ്റ് തന്നെ കിട്ടിയിരുന്നു. നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് വന്നത് എമർജൻസി എമർജൻസി വിൻഡോയുടെ അടുത്തായിരുന്നു. എമർജൻസി എക്സിറ്റ് വിൻഡോയുടെ അടുത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ലെഗ് സ്പേസിന്റെ മാത്രമല്ല ഒരു സ്പെഷ്യൽ ഫീച്ചർ ഒക്കെ ഉണ്ട്. ഇങ്ങനെ മുന്നിൽ ടാബ് ഒക്കെ വെക്കാനുള്ള ഫീച്ചർ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കൊളുത്തി വെക്കാം. അപ്പൊ നമുക്ക് സിനിമയൊക്കെ കാണാൻ അവിടെ വെച്ചിട്ട് കാണാം. അതുപോലെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു സംഭവം, അങ്ങനെയൊക്കെയുള്ള കുറെ ഫീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അബുദാബിന്ന് കയറി 3.5 മണിക്കൂർ കൊണ്ട് 3 അവർ കറക്റ്റ് പറഞ്ഞ 3 അവർ 50 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ കുട്ടൈസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതെ, അവിടെ ലാൻഡ് ചെയ്ത സമയത്ത് ഒടുക്കത്തെ മഴയാണ് അല്ലെ. കിടിലം മഴയും കാറ്റും. കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ തണുപ്പായിരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈ ബൈ ഒക്കെ ചെയ്തിട്ട് മുകളിലോട്ട് കയറി വീണ്ടും വർക്കൊക്കെ ചെയ്തു. ഇപ്രാവശ്യം അതിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണാത്തവര് താഴെ പോയി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ വീഡിയോസും. പോയി എല്ലാം കാണാം. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ അവിടെ ഇറങ്ങി ആ മഴയത്ത് നമ്മൾ അവിടെ നിന്ന് ബസ് കയറി നേരെ ടെർമിനലിലോട്ട് പോയി. ടെർമിനലിൽ നിന്ന് നമ്മൾ ഉള്ളിട്ട് കയറി നമ്മൾ ഇമിഗ്രേഷനിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട്, അതെ നിങ്ങളുടെ ജോർജിയൻ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ, അടിപൊളിയാണ്, നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരും അത് കണ്ടിട്ടാണ് ജോർജിയയിലേക്ക് വരാൻ ഇൻസ്പയർ ആയെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് മീറ്റ് ചെയ്ത് നമ്മൾ ഇമിഗ്രേഷൻ ക്യൂവിലായിരുന്നു. പിന്നെ അവരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ വീഡിയോ നമ്മളെ മീറ്റ് ചെയ്ത ആൾക്കാർ കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അല്ലെങ്കിൽ കാണാം നമുക്ക് കേട്ടോ. ഇമിഗ്രേഷൻ കൗണ്ടറിൽ അധികം ചോദ്യം മൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവരെല്ലാം നോക്കിയിട്ട് ഉള്ളോട്ട് കയറ്റി. ഞങ്ങളൊന്നും ചോദിച്ചില്ല. ആക്ച്വലി ഞങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങളുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡി മാത്രമാണ് കൊടുത്തത്. ഇതിന്റെ എന്തൊക്കെയാ വേണ്ടതില്ല ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ലഗേജ്, അതായത് ചെക്ക് ഇൻ ബാഗേജ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നേരെ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ അവിടെ സിം കാർഡ് എടുത്തു. മുന്നത്തെ പോലെ തന്നെ മാക്ടി എന്ന് പറഞ്ഞ നെറ്റ്വർക്കിന്റെ സിം കാർഡാണ് എടുത്തത്. നമ്മൾ 29 ജെല്ലാണ് കൊടുത്തത്. 25 ജെല്ലിന് 7 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഇന്റർനെറ്റും 150 മിനിറ്റ് ലോക്കൽ കോളും ഉള്ളതാണ്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ജെല്ല് കൊടുത്താൽ മതി 7 ദിവസത്തേക്ക്. അപ്പൊ അതും എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. മുന്നേ നമ്മളെ ഗൈഡ് നമ്മളെ കൂട്ടാൻ അവിടെ വന്നിരുന്നു, കുട്ടേസിൽ വന്നിരുന്നു, വാസോ അല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങള് ടിബിലിസിലോട്ട് ബസ്സിന് പോവാണ്. ബസ്സിന് പോയിട്ട് എങ്ങനെയുണ്ട് അതിന്റെ അതേ എക്സ്പീരിയൻസ് ഇവിടുന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഓംനി ബസ് എന്ന് പറഞ്ഞ സർവീസ് ബുക്ക് ചെയ്തു. ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. ഒരാൾക്ക് കുട്ടേസിൽ നിന്ന് ടിബിലിസി വരെ 25 ജെല്ലാണ് പ്രൈസ്. അപ്പ് ആൻഡ് ഡൗൺ 2 പേർക്കും കൂടെ 100 ജെല്ല് സ്പെൻഡ് ചെയ്തിട്ടാണ് എടുത്തത്.
അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് ആക്ച്വലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ്, UAE ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം ഒരു 2.5% അങ്ങനെ എന്തോ എക്സ്ട്രാ ചാർജ് വന്നിരുന്നു ആക്ച്വലി വരേണ്ടിയിരുന്നു. കുട്ടൈസിൽ നിന്ന് നമുക്ക് തിബ്ലിസിലേക്ക് വരാൻ 4 മണിക്കൂറത്തെ ഒരു ബസ് ജേണിയാണ് ഉള്ളത്. അതിൽ വരുന്ന വഴിക്ക് എന്തായാലും 2 സ്റ്റോപ്പ് ഉണ്ട്. ഒരു കുട്ടൈസിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവരൊരു സ്ഥലത്ത് ഹോൾട്ട് ഉണ്ട്. അവിടെ വന്ന് നമുക്ക് റിഫ്രഷ്മെന്റ് ഫുഡൊക്കെ കഴിക്കാം. തെർജോല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇതിന് ലൊക്കേഷൻ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും അതുപോലെ വെൻഡീസും ഒരു ഡങ്കിൻ ഡോണറ്റ്സും ഉണ്ട്, ബാസ്കിൻ റോബിൻസ് ഉണ്ട്. കിട്ടിയാ സാധനം കിട്ടി. നല്ല ഇറക്കണ്ട. അതാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്നതിന് മുന്നേ, അതായത് നമ്മൾ ടിബ്ലിസി എത്തുന്നതിന് മുന്നേ തന്നെ ഒരു 1 hour മുന്നേ തന്നെ വീണ്ടും ഒരു 15 മിനിറ്റ്സിന്റെ ഒരു ബ്രേക്ക് ഉണ്ട്. തിബ്ലിസിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ കുട്ടൈസി വന്നിട്ട് ഈ ബസ് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഓംനി ബസ്സിൽ നമ്മൾ അങ്ങനെ ഓംനി ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിലോട്ട് നമ്മൾ ഏകദേശം 1:30 മണിയാകുന്ന സമയത്ത് എത്തി. 1:30 മണിയാകുമ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷോട്ട എന്നാണ് ഗൈഡിന്റെ പേര്. അങ്ങനെ അവിടുന്ന് പിക്ക് ചെയ്ത് നമ്മളൊരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ നമ്മൾ ഈ യൂറോപ്പ് സ്ക്വയറിലാണ് നമ്മൾ ഈ ഹോട്ടലുള്ളത്. അവിടെ നമ്മളെ കൊണ്ടിറക്കി ഏകദേശം 1:45 ആവുന്ന സമയത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ക്ഷീണിച്ചിരുന്നു. അവസാനം വന്ന് കിടന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ എണീറ്റ്. 2 റൂമാണ് ആക്ച്വലി. അത് വലിയ റൂമാണ്. ഒരു ലിവിംഗ് റൂം പോലെയുണ്ട്, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, നല്ലൊരു ടോയ്ലറ്റും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെസിലിറ്റി വലിയ കുഴപ്പമില്ല. കുറച്ച് പഴയതാണ്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇതിൻ്റെ മുകളിൽ റൂഫ് ടോപ്പിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഒപ്പിക്കായിരുന്നു. അധിക സാധനങ്ങളൊന്നുമില്ല. ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്, 4 സ്റ്റാർ അല്ല. ഭക്ഷണത്തിൻ്റെ ഐറ്റംസ് ഒക്കെ കുറച്ച് കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇത് കണ്ടില്ല, ഇതാണ് ഹോട്ടൽ കോപ്പാല. നമ്മളത് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മളിതാ ഗൈഡ് കറക്റ്റ് സമയത്ത് എത്തി. ഷോട്ട വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ടിബ്ലിസി കറക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷോട്ട. ഹായ്. നമ്മൾ ടർട്ടിൽ ലേക്കിലേക്കാണ് പോകുന്നത്, അടുത്ത ഡെസ്റ്റിനേഷൻ. ഇനിയിപ്പോൾ നമുക്ക് ടർട്ടിൽ ലേക്ക് കണ്ടിട്ട് ബാക്കിയുള്ളത് കാണാം. ഈ സെൻറ്ററിൽ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കേട്ടോ. റോഡിൻ്റെ സെൻറ്ററിലാണ്. നല്ല സെൻറ്ററിലൂടെയാണ് ബസ്സിൻ്റെ ലൈൻ വരുന്നത്. ആ യെല്ലോ എല്ലാം കാണുന്നത് രണ്ടും ബസ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. മുകളിൽ കയറിയതാ നമ്മൾ ടർട്ടിൽ ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടർട്ടിൽ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്, ലേക്ക് ഇതാ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ടർട്ടിൽ ലേക്ക്. ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ട്. ഇത് കാണുന്നില്ല, ഇതാണ് സൺ ഡയൽ കേട്ടോ. ഇതിൽ റോമൻ ന്യൂമറിൽ എഴുതിയത് മാസമാണ്, അതുപോലെ 10, 20, 30 എന്ന് എഴുതിയത് ദിവസമാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ദിവസത്തിൻ്റെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ദൂരെ കാണുന്ന അത് മണിക്കൂറാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഷാഡോ വീഴും, അതിനനുസരിച്ച് നമുക്ക് എത്ര മണിക്കൂറായി എന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരാൻ പറ്റും. അങ്ങ് എൻഡിൽ ആ മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ആണ്. അതിലൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ വരാൻ പറ്റും. നമുക്ക് ലേക്ക് കണ്ടിട്ട് വരാമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ നടക്കണം. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്? കിലോമീറ്റേഴ്സ് ആണ്. നോക്കിയാലേ അറിയൂല്ലേ. ഇവിടുന്ന് കാണാം ലേക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു ലേക്ക്. മുകളിൽ നിന്ന് നോക്കിയാൽ ടർട്ടിലിന്റെ ഷേപ്പിലാണ്. അല്ലാതെ ഇതിനകത്ത് നമുക്ക് ടർട്ടിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പെഡൽ ബോട്ടിംഗ് നമുക്ക് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക് കിട്ടണേ. ബ്രേക്ക് കിട്ടില്ലെങ്കിൽ നേരെ അങ്ങ് വള്ളത്തിൽ വീഴുവാട്ടാ. ക്യാമറമാൻ വെള്ളത്തിൽ ചാടൂല. ക്യാമറമാനല്ല, ക്യാമറ വെള്ളത്തിൽ ചാടിയാലേ മതി. ഇവിടെ ചതുർപ്പ് സ്ഥലമാണ്. ബ്രേക്കില്ല. ഈ ടർട്ടിൽ ലേക്ക് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പോയ ടാറ്റ്സ്മിൻഡ പാർക്കിന്റെ ആ ഒരു മലയുടെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ലൊക്കേഷൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഇങ്ങനെ ചുറ്റും നടന്നിട്ട് കാണാനുള്ള പരിപാടിയാണ്. ഏത് ഫ്രീ എൻട്രി ആണെന്ന്. എൻട്രി ഫീസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഫീസ് വരും. ഇപ്പം ഓപ്പൺ അല്ല. അരയെന്നോ നല്ല തടിച്ചു കൊടുത്ത അരയണ്ണ കേട്ടോ. എൻ്റെ അടുത്തൊന്നും പോകണ്ട, അവസാനം കൊത്താൻ വന്നിട്ടേ ഓടേണ്ടി വരും ഇവിടുന്ന്. അത്യാവശ്യമുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം. ഇവിടെ എക്സസൈസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് എക്സസൈസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അടിപൊളി ഒരു വ്യൂ ഉള്ള ഇതുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു ബെഞ്ച് ഉണ്ടോ, പൊളിച്ചടിക്കിയ വ്യൂ ആണ്. ഇങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന വഴി. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഇതിൽ കൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ, പറമ്പിൽ കൂടെ നടക്കുന്ന. പിന്നെ പക്ഷികളുടെ കളകളാരവോ. അതുപോലെ ലേക്കിന്റെ സൗണ്ട്. ചെറിയൊരു ട്രക്കിംഗ് സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ വഴിയുണ്ടോ, ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇൻടു ദ വുഡ്സ്. ഇൻടു ദ വുഡ്സ് ആണല്ലേ.
ഇതെന്താ ജോർജിയൻ കണിക്കൊന്നയാ ആണെന്ന് നോക്കി അല്ലേ? കറക്റ്റ് കണിക്കൊന്ന പോലെ ഉണ്ട് ദൂരെ നിന്ന് കാണുന്ന സമയത്തെ. തൂങ്ങി കിടക്കുന്ന മറ്റേ കറക്റ്റ് ആയിട്ട് നമുക്ക് പൂവില്ലേ അതുപോലെ. ഒടുക്കത്തെ കാറ്റ്, തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നല്ലേ? മരവിച്ച് കൈ ഇത് വ്യൂ ആണ് ഇവിടെ അല്ലേ? കിഴൂസ് പ്ലേസ്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ കൂടെ ആയപ്പോ ഫുൾ പച്ചപ്പുമായിട്ട് അടിപൊളി ഫോട്ടോ പോയിന്റ്. അതെ, നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ലേക്കിന് ചുറ്റും ഇങ്ങനെ നടക്കൂലേ, ആ ഒരു ഫീല്. ഞാൻ ഇന്നത്തെ എക്സസൈസ് ആയില്ലേ? കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ നടക്കുന്നത്. ചുറ്റും നടന്നു തന്നെ ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റർ ആവും തോന്നുന്നല്ലേ? ടിബിലിസി അർബൻ ഫോറസ്റ്റ് ട്രെയിൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ടർട്ടിൽ ലേക്ക്. ടർട്ടിൽ ലേക്കിന് നമ്മളിതാ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ടർട്ടിൽ ലേക്ക്. ഇതാണ്ടല്ലേ ഇങ്ങനെ ട്രെയിൽ നെറ്റ്വർക്ക് ഉണ്ട്, അർബൻ ട്രെയിൽ നെറ്റ്വർക്ക്. ഇവിടെയാണ് ടാറ്റ്സ്മിൻ്റെ പാർക്ക് നമ്മൾ അന്ന് പോയത്. അങ്ങനെ നടക്കാനുണ്ട് കുറേ. അതെ അതെ, അതായത് മുഴുവനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ട്രെയിലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ടാറ്റ്സ്മിൻ്റെ പാർക്ക്. ടാറ്റ്സ്മിൻ്റെ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ 1.5 മണിക്കൂർ സമയം എടുക്കും. യൂറോപ്പ് സ്ക്വയർ വരെ നടക്കണമെങ്കിൽ 19 കിലോമീറ്റർ 6 മണിക്കൂർ എടുക്കും നടക്കാൻ. വെയിലും കൂടെ വരുമ്പോഴേക്ക് കിടുവല്ലേ? അടിപൊളി ലുക്ക്. അപ്പോൾ ഈ ടർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം. ഈ പച്ചപ്പൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് പോകാം. അതുപോലെ സിപ്പ് ലൈൻ ചെയ്യാം. ഇവിടെ ലേക്ക് നമുക്ക് ബോട്ടിങ് ചെയ്യാം. നമ്മളിരുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തകർത്തിട്ടുണ്ട് ഇവിടെ. നമ്മളിതാ ടർട്ടിൽ ലേക്ക് നിന്ന് താഴോട്ട് ഇറങ്ങാണ്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്കൊരു മ്യൂസിയം ഉണ്ട്. ഇതാണ് ജോർജിയൻ നാഷണൽ മ്യൂസിയം ഓഫ് എത്നോഗ്രഫി, ജോർജി ചിറ്റാല ഓപ്പൺ എയർ മ്യൂസിയം. അതാണ് കേട്ടോ. അതിന് ടിക്കറ്റ് ഇവിടുന്ന് എടുക്കണം. 20 ഒരാൾക്ക് 20 ലാറിയാണ്, കുട്ടിയൊക്കെ 6. ഗൈഡ് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക് കാർ ടൂർ ഉണ്ട്. From India. India. Thank you. Thanks. ഓപ്പൺ എയർ മ്യൂസിയം എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് കാണാൻ തോന്നും. മുഴുവൻ ഇങ്ങനെ നടന്ന് കാണാം. എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒന്നും ചില്ലുകൂട്ടിനുള്ളിലായിരിക്കത്തില്ല. ഇത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് കേട്ടോ. ഓഫീസ് കാണാൻ ഭയങ്കര ലുക്കാണല്ലേ? ഒരു ഫുൾ മരത്തിൽ കൊണ്ടാക്കിയിട്ട് വുഡൻ ഇതിലാണല്ലേ? അഡ്വൈസ് ബോക്സ്. നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടാ. ഇത് കുറേ ഉണ്ട് നടന്ന് കാണാനല്ലേ? മറ്റേൻ്റെ പാട്ടാണ് ആക്ച്വലി നമ്മൾ ആ ടർട്ടിൽ ലേക്ക് കണ്ടതിൻ്റെ ആ ഒരു പാട്ട്, ആ ഒരു മല തന്നെയല്ലേ ഇത്? അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ആ ടർട്ടിലേക്ക് എത്തിയത്. ടിബിലിസി ഓപ്പൺ എയർ ആർട്ട് മ്യൂസിയം ഓഫ് എത്നോഗ്രഫിയാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടർട്ടിൽ ലേക്കിന് തൊട്ടടുത്ത് വരുന്നത്. ഇതിൻ്റെയും ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ജോർജിയയുടെ ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്നുള്ള ഫോൾക്കും അതുപോലെ കൾച്ചറൊക്കെ കാണിക്കുന്ന കുറേ ഇൻസ്റ്റോളേഷനൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ ഓപ്പൺ എയറിൽ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുള്ള നമുക്കെല്ലാം കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കാം. 1966 മുതൽ ഇതുണ്ട് ആക്ച്വലി. 2004 മുതൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മ്യൂസിയമാണ്. ഇങ്ങനെ ഇന്റർസെക്ഷനിൽ എത്തിയിട്ടുണ്ട്. എന്താണ് തണുക്കുന്നത്? വല്ല കാര്യമുണ്ടായിരുന്നു. ആ കോട്ടെടുത്ത് ഇട്ടാൽ പോരെ. നമ്മൾ എത്തിയത് ഡ്വെല്ലിംഗ് ഹൗസ് വിത്ത് ക്രൗൺ. നമ്മളെ പണ്ടത്തെ ഇത് വീടുകൾ പോലെയാ, തറവാട് പോലെയുണ്ട് അല്ലേ? എന്താ തലയിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇവര് തന്നെ എനിക്ക് തന്നതാ. ഇവിടെ എല്ലാം ഓരോരോ വീടുകളാണ് കേട്ടോ. ഇത് നോക്ക്, ദർബാസി ഹൗസ് ഫ്രം ചർച്ച്കാരി വില്ലേജ്. അതാണ് ഓരോ ജോർജിയയിലുള്ള ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള വീടുകളും ആ ഓരോ ഏരിയയിലുള്ള സംഭവങ്ങളും കറക്റ്റായിട്ട് അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. തരാൻ വേണ്ടി അയ്യോ സ്റ്റോപ്പില്ല, പൂവില്ല, എന്നെ പിടിച്ചോ. താങ്ക് യു. ജോർജിയയിൽ ഇത്രയും ടൈപ്പ് വീടുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നല്ലോ. ഓരോ ഏരിയയിൽ ഓരോ ടൈപ്പ് വീടുകളും ഓരോ ടൈപ്പ് സംഭവങ്ങളുമാണ്. എത്ര എണ്ണല്ലേ? സഹലാബോ ഹൗസ് ഫ്രം ഓൺടോഫോ വില്ലേജ്, അബാഷ മുനിസിപ്പാലിറ്റി, സമഗ്രേലോ എന്ന സ്ഥലമാണ്. കണ്ടിട്ടൊരു
ട്രഡീഷണൽ വീടുകൾ എല്ലാം ഇങ്ങനെ ഒരു മരം കൊണ്ടുണ്ടാക്കിയാണ് അല്ലേ കംപ്ലീറ്റും. പണ്ടത്തെ സ്റ്റൈൽ വീടുകളാണ്. ഇത് ഓപ്പൺ ആണ് കേട്ടോ, നമ്മൾ നേരത്തെ പോയ പോലെ അല്ല. ഇതുപോലെ തന്നെ ജപ്പാനിലും ഒക്കെ ഇതുപോലെ വീടുകളെ നമ്മുടെ തറവാടൊക്കെ ഇല്ലേ നാട്ടിലത്തെ, അങ്ങനത്തെ തറവാടെല്ലാം അതേപോലെ അവരവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ തറവാട്ടിലൊക്കെ ഉള്ള പോലത്തെ സെയിം സ്റ്റൈല്. നമ്മളതിൻ്റെ ചെറിയ ഇതുണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിട്ടില്ല, എന്താ സെയിം സ്റ്റൈൽ തന്നെ ഇവിടെ നടക്കുന്നത്. കത്തിയാള് ഇപ്പോൾ ഇതാ 16 ഡിഗ്രിയാണ്. വെയിലും കൂടെ വന്നോണ്ടേ ഇപ്പം അത്യാവശ്യം കുറച്ച് ചൂട് തോന്നുന്നുണ്ട്. അവിടെ തന്നെ കോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ചൂട് തോന്നണമെങ്കിൽ ഒരു 11:30-12 മണിയാവണം. അതെ, വെയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല ക്ലൈമറ്റായി. ചെറിയൊരു കാറ്റും തണുത്ത കാറ്റും വെയിലും ഒക്കെ ആവുന്ന സമയത്ത് ഔട്ട്ഡോറിൽ ഇങ്ങനെ നടക്കാം അല്ലേ? കുഞ്ഞ് ഗ്രേപ്പ് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാർവെസ്റ്റ് സീസണിൽ വരണമായിരുന്നു. അവരാൾക്ക് സങ്കടം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ നമ്മൾ വൈൻഡൊക്കെ കണ്ടിട്ട് അതിന് ഒരുപാട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ നടക്കാൻ പറ്റും. അങ്ങ് അവിടെ കാണുന്നതൊക്കെ ഓരോരോ വീടുകളും അതുപോലത്തെ ഓരോ സ്ഥലങ്ങളിലുള്ള സംഭവങ്ങളൊക്കെയാണ്. വൈനറീസ്, പണ്ട് വൈൻ ഉണ്ടാക്കിയ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയാണ്. ഒരു 1.5 മണിക്കൂർ ഫുള്ള് നടന്ന് കാണാനുണ്ട്. ഒരുപാട് കാണാനുണ്ട്. നമുക്ക് ഇതർ നടന്ന് കാണാം, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുണ്ട്, ബഗ്ഗി ഉണ്ട്, അതും എടുക്കാം. ഒരാൾക്ക് 10 ജെല്ലാണ് അവർ ചാർജ് ചെയ്യുന്നത് അഡൾട്ടിന്. ഓക്കെ, അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറിൽ പോവാം, അല്ലെങ്കിൽ ഗൈഡഡ് ടൂറും എടുക്കാം. ഗൈഡഡ് ടൂറാണെങ്കിൽ ഒരു ഗൈഡ് വന്നിട്ട് എല്ലാം നമ്മളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഫുള്ളായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റും. അതിനെന്തായാലും ഒരു 1-2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മളെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, ലിസി ലേക്ക് അല്ലേ? ലിസി ലേക്കും ലിസി ബീച്ചും. അത് അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഷോട്ട മേയാൻ വിട്ടിട്ടുണ്ട്. പോയിട്ട് വന്നോ, എല്ലാം കറങ്ങിയിട്ട് കണ്ടിട്ട് വന്നോ എന്ന് പറഞ്ഞു ഞങ്ങളോട്. ലിസി ലേക്കാണ്. ലിസി ലേക്കിൽ എങ്ങനെ ബീച്ച് വരും? കടലില്ലാണ്ട് എങ്ങനെയാ ബീച്ച്? നമുക്ക് കാണാം. വെറുതെ ബീച്ച് എന്ന് പേരിട്ടായിരിക്കോ അതോ പോയി നോക്കാം അല്ലേ? അത് വിന്റേജ് ബൈക്ക് വെച്ചാണ്. അല്ല, അത് നമ്പറുള്ള ബൈക്ക് തന്നെയാ. ലിസി ഗ്രീൻസ് ഗാർഡൻ കൊള്ളാലോ. അപ്പോൾ വരുന്ന വഴിക്ക് നോക്കാം അത്. എടാ, ഇതിനിങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ തണുത്ത് കുറക്കോട്ടെ. ഇപ്പം ഇവിടെ 16 ഡിഗ്രി ആയിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ 9, 8, 7 ഒക്കെ പോകും രാത്രി. വുഡിനോട് ഇങ്ങനെ പോയാലോ? ഇവിടുന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കോപ്പറായങ്ങളൊക്കെ കാട്ടിച്ചിട്ടുണ്ട്. പിന്നല്ല, അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി അല്ലേ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ് ടു ഡേറ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. വേൾഡ് അബൌണ്ടേഴ്സ് എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് സോഷ്യൽസ് ഫോളോ ചെയ്യും. കാട്ടിലൂടെ നടന്നിട്ട് ഇതാ ഇങ്ങോട്ട് എത്തിട്ടോ, ലേക്കിന്റെ സൈഡിലോട്ട് എത്തി. നല്ല കാറ്റ്, തണുത്ത കാറ്റെന്ന് വെച്ചാണല്ലോ. അന്ന് നമ്മളെ മറ്റേ മദർ ഓഫ് ജോർജിയൻ്റെ മുകളിൽ കയറിയ സമയത്ത് ഉണ്ടായ പോലത്തെ കാറ്റായി. നല്ല കാറ്റുണ്ട്. വെയിൽ പോയി, മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി. അതുപോലെ കാറ്റാടി മരത്തിൻ്റെ ഇടയിലോട്ട് അടിക്കുന്ന സമയത്ത് ആ സൗണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കാം. മഴ വരുന്ന പോലത്തെ സൗണ്ട് അല്ലേ? ഒടുക്കത്തെ കാറ്റട്ടാ. വെറുതെ അല്ലേ ഇതിൻ്റെ ലേക്ക് എന്നാണ് ബീച്ച് എന്ന് പറയുന്നത് കേട്ടാ. ബീച്ച് തന്നെ അതിന്റെ തിരമാല പോലെ വരുന്ന നോക്ക് വെള്ളം. ഒടുക്കത്തെ കര. ബീച്ച് തന്നെ. ആ, ബീച്ച് തന്നെ. തണുപ്പായിട്ട് ഒടുക്കത്തെ ഡാൻസ് ആണല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് കടലിന്റെ മറ്റേ എൻഡ് കാണാം ബീച്ചിലല്ലേ? ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാല് ഇങ്ങനത്തെ ചരല് കൊണ്ടിട്ടിട്ടുള്ളല്ലേ? നല്ല കാറ്റാട്ടോ. അതാട്ടെ അതിന്റെ മരത്തിന് ഇതൊക്കെ ഇലകളൊക്കെ പിറകോട്ട് പോകുന്നു നോക്ക്.
ടഫാണോ? പക്ഷെ ഇത് ക്ലീൻ അല്ല കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ പത കണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്ര ക്ലീൻ അല്ല വാട്ടർ, പക്ഷെ എന്നാലും കാണാൻ അടിപൊളി ലുക്കാണ്. ഇവിടെ ആഴം ഉണ്ടാവില്ല, അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല ആഴം ഉണ്ടാവും. കുറച്ച് താഴെ ഇറങ്ങാൻ പറ്റും. ബീച്ചിന്റെ ലേക്കിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡങ്കിൻ ഉണ്ട്, അതുപോലെ ഇവിടുത്തെ ലോക്കൽ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ജോഗിങ് ട്രാക്കാണ്, സൈക്ലിംഗ് ട്രാക്കാണ്. അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി വരാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേ? വാനില ലാറ്റെ ആൻഡ് ന്യൂട്ടെല്ല ഡോണറ്റ്. എൻട്രൻസ് തന്നെ കാരി എന്ന പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കം നഴ്സറി ആണല്ലേ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വിൽക്കാൻ വെച്ച ചെടികളാണ്. അതിന് മുകളിൽ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെടികൾ വാങ്ങാം, ഭക്ഷണം കഴിക്കാം, കോഫി കുടിക്കാം. ലിസി ലേക്കിൻ്റെ ലേക്കും ബീച്ചും നല്ല കാറ്റൊക്കെ കൊണ്ട് തണുത്ത് വരച്ച് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഷോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി, ക്രോണിക്കിൾ ഓഫ് ജോർജിയ. ഇത് നമ്മൾ ക്രോണിക്കിൾ ഓഫ് ജോർജിയ എത്തിയ സമയത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പിന്നെ ചോദിച്ചായിരുന്നു. ഇതാ 2 സ്റ്റുഡൻസ് ഇവിടെ ഉള്ളത്. ഒന്ന് മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ്, തെലുങ്കാന. Hi, this is Venkat from studying TSMU. This is 1.1 year and I'm from Andhra. Actually, the Georgia is very good, but the climate is somewhat too difficult to survive, but it's very nice. ഞാൻ കേരളത്തിൽ നിന്നാണ്. എൻ്റെ പേര് ഹെവൻ. ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞില്ല, കഴിഞ്ഞ 27 വന്നതേ ഉള്ളൂ. അങ്ങനെ കാണുന്നു, പുറത്തൊക്കെ പോയി അങ്ങനെ ഒരു ഇതാവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നൈസ് ടു മീറ്റ് യു ബോത്ത്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി, ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഹെവനെയും വെങ്കട്ടിനെയും കണ്ടിട്ട് നമ്മൾ വീണ്ടും ആ ക്രോണിക്കിൾ ഓഫ് ജോർജിയയുടെ മുകളിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇതാ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആണ്. നമ്മളെ ടിബിലിസി സീയുടെ സൈഡിലായിട്ടാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അവിടെ താഴെയാണ് കേട്ടോ. താഴെ ടിബിലിസി സീ ആണ്. ടിബിലിസി സീൻ്റെ സൈഡിലായിട്ടാണ് ഇതുള്ളത് കേട്ടോ. ക്രോണിക്കിൾ ഓഫ് ജോർജിയ എന്ന് പറയുന്നത് 16 തൂണുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 30 മുതൽ 35 മീറ്റർ വരെ ഉയരമുണ്ട്. അതിൻ്റെ മുകളിലെ പാർട്ട് എന്ന് പറയുന്നത് കിങ്സ് ആൻഡ് ക്വീൻസ്, രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഹീറോകളുടെയൊക്കെ ചിത്രങ്ങൾ തന്നെ കൊത്തുപണി ചെയ്തതാണ്. താഴോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിടെ ജീവചരിത്രം കാണിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. സോവിയറ്റ് കാലത്ത് സുറാബ് സെരറ്റേലി എന്ന ആർട്ടിസ്റ്റ് തുടങ്ങിയതായിരുന്നു ഇതിൻ്റെ പണി. സോവിയറ്റ് യൂണിയൻ തകരുകയും അതുപോലെ ജോർജിയയും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുകയും ചെയ്തതോടെ ഇതിൻ്റെ പണി നിന്നു. പിന്നെ അത് ആൾക്കാർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇങ്ങനെ കയറിയിട്ട് സെൻറ്ററിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കാണുന്നില്ലേ എന്ത് വലിയ തൂണല്ലേ, ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇതാ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് കാണിക്കുന്നുണ്ടല്ലേ, ഇതാ കുരിശും കൊണ്ട് പിന്നെ താഴെ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രമാണ്. കാറ്റ് എന്ന് പറഞ്ഞ അമ്മാരിക്കാരാ, ഞങ്ങൾ പാറിപ്പോന്ന പോലെയാണ് കാറ്റ് അല്ലേ. സത്യം പറഞ്ഞാലേ ഇതിന്റെ ഒരു യഥാർത്ഥ ബ്യൂട്ടി അറിയണമെങ്കിലേ നമ്മളെ ഡ്രോൺ വിഷ്വൽസ് വേണം. അതെ അതെ, മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നല്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഡ്രോൺ എടുത്തിട്ട് വരാം. നെക്സ്റ്റ് ബഡ്ജറ്റിൽ നമുക്ക് ഡ്രോണും കൂടി പരിഗണിക്കണം. ഡ്രോൺ വാങ്ങണം, എന്നിട്ട് വേണം ഡ്രോൺ എടുക്കാൻ. ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു പള്ളിയും കൂടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതിപ്പോൾ ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു, ക്ലോസ്ഡ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ള് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞതാ, ഇതാണ് ടിബിലിസി സീ. ടിബിലിസിയിലെ കടലാണ്. നാവൊക്കെ കുഴഞ്ഞടേ കാറ്റടിച്ചിട്ട്. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി ലുക്കാണ്. ആ ബോട്ടുകൾ കണ്ടല്ലേ ഇങ്ങനെ അവിടെ തിരമാല അടിക്കുന്ന പോലെ ഉണ്ട്. ഒരു ലേക്കാണ് ആക്ച്വലി. ഇത് കടലിൻ്റെ ഭാഗമൊന്നുമല്ല. ടിബിലിസി എന്ന് പറയുന്നത് കടലുമായിട്ട് ബന്ധമില്ലാത്തൊരു സിറ്റിയാണ് ആക്ച്വലി, ജോർജിയൻ്റെ സെൻട്രലാണ്. പക്ഷെ എന്നാലും ഇതിന് ടിബിലിസി സീ ആണെന്ന് പറയുന്നത്. കാരണം കാണുന്നില്ല ഇങ്ങനെ
തിരമാല പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ നിന്ന് ടിബിലിസി സീ എന്നാണ് പറയുന്നത്. അപ്പോൾ ടിബിലിസി സീനെ നോക്കിക്കൊണ്ടാണ് ഈ കാണുന്ന മോണ്യുമെൻ്റ് ഉള്ളത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ടിബിലിസിൻ്റെ കംപ്ലീറ്റ് വ്യൂ ടിബിലിസിൻ്റെ ഭാഗമാണ്. ടിബിലിസിലെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം ഇതാ റെസിഡൻഷ്യൽ ബിൽഡിങ്സാണ് കുറേയൊക്കെ. ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ പുറകിലുള്ള ചർച്ചാണ്. അനൻസിയേഷൻ ചർച്ച് എന്നാണ് ഗൂഗിൾ മാപ്സിൽ കാണുന്നത്. മുന്നിൽ കണ്ടില്ല, ഇതിങ്ങനെ കൊത്തുപണികൾ കൊണ്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച സംഭവമാണ്. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച ഭയങ്കര ഇതാണ്. ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് കാണാൻ പറ്റില്ല. എനിക്കിത് കണ്ടപ്പോൾ എന്താന്ന് തോന്നിയെന്നറിയോ, നമ്മളെ സോവനിയേഴ്സിലൊക്കെ ഇങ്ങനെ കൊത്തു പണിയിലുണ്ടാവാറില്ലേ, നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ നമ്മൾ വാങ്ങുന്നതിന് അങ്ങനെ 3D പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ 3D ആണ് സംഭവം. ഇതിങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ച് എന്ന് ഓർമ്മ വരുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞൊരു മോണുമെൻ്റ് ഉണ്ട്. പക്ഷെ അത് പ്രീ ഹിസ്റ്റോറിക് മോണുമെൻ്റ് ആണ്. പക്ഷെ അതിങ്ങനെ കോളംസ് പോലെ കാണുന്ന സമയത്തെ എനിക്കതാ തോന്നുന്നത്. ഇത് പ്രീ ഹിസ്റ്റോറിക് ഒന്നല്ല, ഇത് 1985 ഓപ്പൺ ആയതാണ്. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ആ ഒരു ഫീലാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. വൈകുന്നേരം 5 മണിയായി. 5 മണിക്കാണ് നമ്മുടെ ലഞ്ച് ടൈം. അല്ലെങ്കിലും നമ്മൾ അന്ന് വന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ്. അന്ന് വന്നത് സ്റ്റെല്ല ആർട്ടോസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് കുറച്ച് അങ്ങോട്ടാണ്. അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞത് നമ്മുടെ ഗൈഡ് ഷോട്ട. അപ്പം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് മസ്പിൻസേലോ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജോർജിയൻ വായിക്കാൻ അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ മാപ്പ് നോക്കിയിട്ട് പറഞ്ഞ കേട്ടോ പേര്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. പുറത്ത് ഇരിക്കാനുള്ള സീറ്റിംഗ് ഉണ്ട്. ഉള്ളിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. പണ്ട് ഓർഡർ ചെയ്ത സാധനങ്ങൾ അതുപോലെ പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇതാ സർവേ തുടങ്ങിയല്ലേ, കിട്ടിയോ? എൻ്റെ ഇടയിൽ സാധനങ്ങൾ വന്നല്ലേ കുറച്ച്. ഇതൊരു ജോർജിയൻ സാലഡ് വിത്ത് വാൽനട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഷോർട്ടി ബ്രെഡാണല്ലേ, ഷോർട്ടി ബ്രെഡും അതുപോലെ നമ്മളെ സ്വന്തം ബോർജോമി വാട്ടറും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഫ്ലേവർ ആണല്ലോ. ഇതെന്താ ഐസ്ക്രീമോ? ലെമനേഡ് ഐസ്ക്രീം അതുപോലത്തെ സാധനം അല്ലേ. ഇത് ബോർജോമിൻ്റെ സാധാ വാട്ടർ, ഒരു കോളയുണ്ട്. ഇത് ക്രീം ഫ്ലേവേർഡാണ് കേട്ടോ. അത് നട്ടാരി ക്രീമാണ്, ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. ക്രീം അരോമ ഫ്രഷ് ട്രൈ ചെയ്യാം. ഐസ്ക്രീമുണ്ട്. ആ മണം അത് തന്നെ, ആ മണം ഐസ്ക്രീമിൻ്റെ മണം. ജോർജിയൻ സാലഡ് തുടങ്ങിയിട്ടുണ്ടല്ലേ, വിത്ത് വാൽനട്ട്. കൊള്ളാം. അപ്പം ചിക്കൻ സൂപ്പ് ഇതാണ് കേട്ടോ, ആണല്ലേ. ചിക്കൻ സൂപ്പിൽ വലിയൊരു ചിക്കൻ്റെ കഷ്ണം തന്നെ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഫേവറേറ്റ് സാധനം എത്തിയിട്ടുണ്ടല്ലേ, കോൺ ബ്രെഡ്, അതായത് ചടി. അത് അതിൽ വെച്ചോ. ഇതാണ് ബീൻസ് ഇൻ എ പോട്ട്. സന്തോഷമായ, പക്ഷെ മുകളിലേത് അത്ര സന്തോഷമുള്ള സാധനമല്ല അല്ലേ. നമുക്കുള്ള സന്തോഷം അതെടുത്ത് മാറ്റിയിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ട സാധനം. ഇതാണ് ഹെമാലി എന്ന് പറഞ്ഞ സോസ്. നമ്മൾ മുന്നേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അന്ന് വന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ്. ഇതിൻ്റെ ഒന്നിച്ച് ബീൻസിൻ്റെ പോട്ടിന് ഒന്നിച്ച് കഴിക്കേണ്ട സാധനം. ബീൻസിൻ്റെ പോട്ടിന് ഒന്നിച്ച് കഴിക്കേണ്ട സാധനമാണ് ഈ കോൺ ബ്രെഡ്. ഒരു കഷ്ണം ഞാൻ കഴിക്കും. കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. എന്നിട്ട് കഴിക്കാം അല്ലേ. ഇത് ഫേവറേറ്റ് സാധനമായിരുന്നു നമ്മൾ മുന്നേ ഓർഡർ ചെയ്ത്. കോൺ ബ്രെഡ് എടുത്ത് മുക്കിയിട്ട് എക്സ്പ്രഷൻ എടുക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ബില്ലായത് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. എന്തായാലും 120 ചെല്ലാന്നായിട്ടുള്ളത്. അങ്ങനെ യൂറോപ്പ് സ്ക്വയർ എത്തി നമ്മൾ ഇറക്കിയിട്ട് ഷോട്ട് പോയിട്ടുണ്ട്. നമ്മളിതാ റൂമിൽ കയറി ഇതാ റൂമിൽ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് അല്ലേ. ഡേ 1 ടിബിലിസി നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത കുറേ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ ഫുഡ്
നമ്മൾ അതെ. മുന്നേ ട്രൈ ചെയ്തതും കഴിച്ചു, അതെ. പ്ലസ് നമ്മൾ 2 സാധനം പുതിയത് വെജ് തന്നെ ട്രൈ ചെയ്തു. അതെ. കൊള്ളായിരുന്നു, 2 സാധനം കൊള്ളായിരുന്നു. ഇനിയും നമുക്ക് കുറെ ട്രൈ ചെയ്യാനും മറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മുന്നത്തെ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യൻ ഫുഡ് എങ്ങനെയാണ്, ഇന്ത്യൻ അതെ. ഫുഡ് കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും കൂടി ഒന്ന് ഒരു ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. അതെ. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് കൂടി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതാണ്. അപ്പം കാണുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്വയറീസ് ആൻസർ ചെയ്യാനോ. അപ്പൊ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ പോയി നമ്മൾ ഇതാ സ്ഥലങ്ങളൊക്കെ കണ്ടു, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.